ഹലോ, ഇനി തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായി 5 എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു ഡിസൈൻ വരയ്ക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണിത്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മേലുഭാഗം മേലുഭാഗം ഇത് ബേസ് ബോർഡും ഈ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ട്രൈ ചെയ്തേക്കണം. അതിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചെറുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അവിടെയായിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുക. ഒരു 6 എണ്ണം അതുപോലെ വരച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 3-ാമത്തെ 4-ാമത്തെ ലൈൻസിൻ്റെ അവിടെ കൂടെ ഫില്ലാക്കി കൊടുക്കണം. അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ, എടുത്തൊക്കെ നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്നിട്ട് മേലും താഴ്ത്തുമായിട്ട് ഒരു സെറ്റ് ഹംസ് വരച്ച് കൊടുക്കുക. നല്ല സ്ലോയിൽ വരച്ച ഹംസ് നല്ല പെർഫെക്റ്റും നീറ്റായിട്ട് കിട്ടും കേട്ടോ. വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഹംസൊക്കെ നല്ല രസമായിട്ട് കിട്ടും. പിന്നെ തന്തവിരലിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ഒരു 6 ലൈൻസ് വരച്ച് കൊടുത്തിട്ട് 3-ഉം 4-ഉം ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുവിരലിൻ്റെ അവിടെ വൈൻസ് വരച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് മേലെ സെല്ലായിട്ട് പൊട്ടിച്ചുകൊണ്ട് കുറച്ച് പാടാണ് വരയ്ക്കാൻ, ചിലതൊക്കെ തെറ്റി പോകട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇട്ട് പഠിക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാട്ടോ. പിന്നെ മേളിലും താഴത്തും ലൈൻസ് വരച്ച് കൊടുക്കുക. താഴേൽ ഒരു സെറ്റ് ഹംസ് വരച്ച് കൊടുക്കാം. പിന്നെ ഈ അപ്പുറത്തെ വിരലിൽ ഇതിനെ ചെക്ക് വരയ്ക്കാമെന്ന് പറയാട്ടോ. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ട് വരയ്ക്കണം, ചെക്ക് പോലെ വരച്ച് കൊടുക്കാൻ. അതിൻ്റെ താഴെ ലൈൻസ് വരയ്ക്കുക, ഹംസ് വരയ്ക്കുക. ചെറുവിരൽ കാണിച്ച പോലെ തന്നെ കേട്ടോ ഇവിടെയും ചെയ്യുക. വൈൻസ് വരയ്ക്കുക, പിന്നെ സൈഡിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരച്ച വൈൻസ് മെനയില്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പാടാണ് ഇതിൽ വരയ്ക്കാൻ. അപ്പോൾ അത് അത്ര നല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി മായ്ച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ അതുപോലെ തന്നെ കാണിച്ച പോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂണ്ടുവിരലിൽ വരയ്ക്കണത് ഞാൻ പറയില്ല, ചെക്ക് വരയ്ക്കുക, അത് തന്നെയാണ് സംഭവം. ഇത് മാറ്റി വരയ്ക്കണം കേട്ടോ ഓരോ വിരലിലും. എന്നിട്ട് 2-ൻ്റെ അടിയിൽ കൂടെ ഹംസ് വരച്ച് കൊടുക്കാം. പിന്നെ അതിൽ കാണിച്ച പോലെ ഒരു റോസ് പെറ്റൽസൊക്കെ വരച്ചിട്ട് സ്പൈറൽസ് വരച്ചിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുക. ഇതെല്ലാ വിരലിൻ്റെ താഴെ വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു രസം ഉണ്ടാവും. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് വേണമെന്ന് തോന്നണം അവിടെയൊക്കെ വരച്ച് കൊടുക്കുക റോസ് പെറ്റൽസ്. എന്നിട്ട് ലീവ്സും പിന്നെ ഞാൻ ഒരു പോലെ വരച്ച് ഇതാക്കില്ല, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കിട്ടില്ല, അപ്പോൾ അതും വരയ്ക്കുകയാണ്. പിന്നെ ഒരു ചെറിയ റൗണ്ടൊക്കെ വരച്ചിട്ട് കുറേ സാധനങ്ങൾ നമുക്ക് നിറയ്ക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് കുറച്ച് ഫില്ലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ലാസ്റ്റ് കാണാൻ. അപ്പോൾ അതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിതായതുകൊണ്ട് മര്യാദ കിട്ടണുണ്ടായില്ല വരയ്ക്കാനൊന്നും, കുറച്ച് പാടാണ്. ഈ സെല്ലോ ടേപ്പ് ആയതുകൊണ്ടൊന്നും തെന്നിയൊക്കെ പോകും, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വരച്ചത്. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വിരലിൻ്റെയും മേൽഭാഗം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ല, ആ വര വരച്ചില്ലേ ഫസ്റ്റ് തന്നെ, അതിൻ്റെ മേളിലായിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്.